കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മുൻപത്തെ ഇപ്പോൾ ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് അത്രയും മികച്ചതായിരുന്നു. പക്ഷേ അതിനൊത്ത് പ്രവർത്തിക്കാൻ വീണ ജോർജിന് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ആക്ഷേപം. പക്ഷേ ആദ്യത്തെ പിണറായി സർക്കാരിലുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് കാഴ്ചവെച്ചത് ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച ഒരു പ്രവർത്തനം തന്നെ ആയിരുന്നു. കോവിഡ് കാലത്തെ ഈ അവരുടെ വർക്കിനെ ഞാൻ ഹൈക്കോടതി പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. അതായത് ഹൈക്കോടതി പറഞ്ഞത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മരണ റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടല്ലാന്ന് ഹൈക്കോർട്ടാണ് പറഞ്ഞത്. ഇതിൽ വി ഡി സതീശൻ ഹൗസിൽ എന്തോ പറഞ്ഞപ്പോ സതീശനെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ട്രോൾ ചെയ്തു ഹൗസിലിരുന്ന്. അപ്പൊ അവസാനം ഹൈക്കോടതിക്ക് പറയേണ്ട വന്നു ഇറ്റ്സ് നോട്ട് ആക്ച്വൽ നമ്പർ യു ഹാവ് ഡിസ്ക്ലോസ് ടു ദ പബ്ലിക് എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ട വന്നു. പിന്നെ എന്താണ് ഈ കാണിച്ചത് ഈ കോവിഡ് കാലഘട്ടത്തിൽ മീൻസ് അഡീഷണൽ ആയിട്ട് എന്താ കാണിച്ചത്? ഞാൻ ബ്രിട്ടനിലിരുന്ന ആളാണ്. ഇന്ത്യയിൽ നമ്മൾ പല സ്ഥലത്തും കണ്ടാണ്. അവർ പറയുന്നത് ഏറ്റവും കുറച്ച് മരണനിരക്ക് കേരളത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതായത് അത് നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേക്കും ഓൺ ദ ബേസിസ് ഓഫ് ദി പോപ്പുലേഷന്റെ ബേസിൽ വേണം അത് അസസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഈ മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ എടുത്തിട്ട് ആ പോപ്പുലേഷന്റെ ബേസിൽ അവിടെ ആ പോപ്പുലേഷൻ റേഷ്യോയിലുണ്ടായ നമ്പേഴ്സ് ഓഫ് ഡെത്തും കേരളത്തിലെ പോപ്പുലേഷന്റെ ഈ റേഷ്യോ ഈ പോപ്പുലേഷന്റെ നമ്പർ ഓഫ് പോപ്പുലേഷൻ കൂട്ടാതെ ജസ്റ്റ് എ നമ്പർ മാത്രം അതുമായിട്ട് അടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് താഴെയായിരിക്കും നിൽക്കുന്നത്. കോവിഡ് കാലത്ത് ഈ ഇത്ര ശക്തമായ ഒരു പ്രോപ്പഗാണ്ട BBC പോലും ചില BBC റിപ്പോർട്ട്സ് ഒക്കെ ഇപ്പൊ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഹൗ ഇസ് ഇന്ത്യൻ കേരള ഹെൽത്ത് കെയർ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം അവർക്കിട്ട് ട്രോൾ ചെയ്തായിട്ടാണ് BBC തോന്നിയത്. BBC ഒക്കെ ട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇവരുടെ പ്രോപ്പഗാണ്ട മിഷനറി. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ശരിക്കും കേരളത്തിലെ ആരോഗ്യ മേഖല ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് 2020 മുൻപും ഇപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണോ? ഇല്ല, കേരളത്തിലെ ആരോഗ്യ മേഖല പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം തകർന്നു പോകുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കുട്ടികൾ മുഴുവൻ, നമ്മുടെ ഈ യൂത്ത് മുഴുവൻ കളം വിടുന്നതിന് ഒരു കാരണമെന്നാണ്. ഈ കേംബ്രിഡ്ജിൽ എനിക്കറിയാവുന്ന ഒരു മലയാളി കേരളത്തിൽ വന്നൊരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ട് പബ്ലിക് ഹെൽത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുന്ന് അവസാനം ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മടുത്ത് കാശ് കൊടുത്ത് പ്രൈവറ്റിൽ പോയി തിരിച്ചു വന്ന് ഇവിടെ ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ CPM വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം ബ്രിട്ടനിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ എമർജൻസി ഇവിടെ 2 രീതിയാണ്, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ. അപ്പൊ ഈ ക്രിട്ടിക്കൽ കെയർ ആണ് കൃത്യമായിട്ടും എമർജൻസി അറ്റൻഷൻ കിട്ടുന്നത്. ഇപ്പൊ അതല്ലാതെ നമുക്ക് ഇപ്പൊ മറ്റു ചെറിയ പ്രൈമറി ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ സമയമെടുക്കും. അപ്പൊ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനെ ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരൊക്കെ ആണെങ്കിൽ ബാക്കിനൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അവരെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം അവർക്ക് ലീവ് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ഒരു അതിന്റെ പൈസ പോകും. അപ്പൊ അതുകൊണ്ട് അവരെന്നെ ചെയ്യുന്ന വെച്ചാൽ അവർ നേരെ നാട്ടിൽ പോയി പ്രൈവറ്റ് കെയറിൽ ട്രീറ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, CPMകാര് കേരളത്തിലെ സർക്കാരിന്റെ പ്രൊപ്പഗാണ്ട മിഷനറികൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ബ്രിട്ടനിലെ കെയർ സിസ്റ്റത്തെ കഴിഞ്ഞ് നല്ലതാണ് കേരളത്തിലെ കെയർ സിസ്റ്റം. ഒരു പരിധി വരെ അത് സത്യമാണ്. അത് പബ്ലിക് സെക്ടർ അല്ല, പ്രൈവറ്റ് സെക്ടറാ. കാശ് ഉണ്ടേലേ പോകാൻ പറ്റുള്ളൂ, കാശ് ഇല്ലാത്തവനോടെ പോകാൻ പറ്റില്ല. അപ്പോ പ്രൈവറ്റ് മേഖലയെ ഇവിടുത്തെ പബ്ലിക് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യാണ്, എന്നിട്ട് അതിൽ പ്രോപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതാണ്, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. മലയാളികളുടെ ഒരു ആള്, ഇപ്പൊ ഞാൻ ഇംഗ്ലീഷുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, this is the ours NHS is not up to Kerala public health care, Kerala medical care system. അത് പറഞ്ഞത് കറക്റ്റ് ആണ്. പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറിനെ കഴിഞ്ഞും അതിനോട് കടപിടിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ പ്രൈവറ്റ് കെയർ സെക്ടർ. അതിനോട് ഞാൻ ഇത് വിയോജിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം കാശുള്ളവന് മാത്രമേ പറ്റൂ എന്നുള്ളതാണ്. മിനിമം ഒരു കാലൊടിഞ്ഞ ഒരു 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാലൊടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ആ ആള് ഇവിടെ ഇംഗ്ലീഷുകാരോട് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഉടനെ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ ചോദിച്ചു, ഏത് സെക്ടറിനെ പറ്റിയാണ് പറയുന്നത്? അവസാനം അദ്ദേഹം തന്നെ ഇംഗ്ലീഷുകാർക്ക് തിരുത്തി കൊടുക്കുകയാണ്. ഒരു പ്രോപ്പഗാണ്ടിസ്റ്റ് ആണ്. അവർക്ക് ഞാൻ അവിടെ നിന്നത് കൊണ്ട് അങ്ങനെയല്ല, പ്രൈവറ്റ് കെയർ സെക്ടർ അല്ല ഞങ്ങൾ പറയുന്നത്, പബ്ലിക് കെയർ സെക്ടർ അല്ല ഞങ്ങൾ കമ്പയർ ചെയ്തത്. ഞങ്ങൾ കേരളത്തിലെ
പ്രൈവറ്റ് സെക്ടറുമായിട്ടാണ് ഈ NHS കമ്പയർ ചെയ്തത്. അപ്പൊ തന്നെ സായിപ്പിട്ടേച്ച് പോയി. അപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ പലതും നടക്കുമായിരിക്കും, അത് നമുക്ക് പബ്ലിക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ നമ്മുടെ കേരളത്തിലെ യൂത്ത് കളം വിടുന്നതിന്റെ ഒരു കാരണം, അതായത് ഞാൻ ഈ പൈസ ഇല്ലാത്തവന് രോഗം വരാൻ മേലാത്തൊരവസ്ഥയാണ്. ഞാന് ഈ കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഏറ്റുമാനൂർ ഒരു വണ്ടി ട്രാഫിക് ലൈറ്റിൽ ബ്ലോക്ക് ചെയ്തിട്ട് ട്രാഫിക് റെഡ് ലൈറ്റിൽ നിർത്തിയിരിക്കുകയാണ് വണ്ടി. അപ്പൊ ഒരു ഫ്ലെക്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ജസ്റ്റ് അപ്പിയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ കാർ. സോ ഞാൻ എന്റെ ബ്രദറിനുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വണ്ടി നിർത്തി. അപ്പൊ ഞാനോടത്ത് എന്താ സംഭവം നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഫ്ലെക്സ് ആണ്. ഈ ഫ്ലെക്സിൽ ഇദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ, ഇദ്ദേഹം പറയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, ട്രീറ്റ്മെന്റിന് പൈസയില്ല. ആ പ്രാവശ്യം തന്നെ ഞാൻ കാണക്കാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നു. അതായത് പുള്ളിക്കാരന്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്ക് പണമില്ല, പുള്ളിക്കാരന്റെ ഫോട്ടോ, പുള്ളിക്കാരന്റെ പേര്, ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ വെച്ച് പുള്ളിക്കാരന്റെ ബാങ്ക് അഡ്രസ് കൊടുത്തിട്ട് ഫ്ലെക്സ് വെച്ച് പുള്ളിക്കാരന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി ഫണ്ട് ചെയ്യുകയാണ്. തീർന്നില്ല, ഞങ്ങളുടെ അവിടെ ഒരു അതായത് ഒരു കൊച്ചിനായിട്ട് 40 lakhs rupees ആണ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത്. നാട്ടുകാർ ഫണ്ട് ചെയ്യായിരുന്നു. പബ്ലിക് സെക്രട്ടറി പോയേയില്ല, നേരെ പ്രൈവറ്റിലേക്ക് പോയി. അപ്പോ ജനങ്ങള് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വഴിയിലൂടെയും മെഡിക്കൽ ഫണ്ട് ചെയ്യാൻ വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടർ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നവരെയൊക്കെ ജയശങ്കർ, നമ്മുടെ വക്കീൽ ജയശങ്കറിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലെ കയറ്റിക്കൊണ്ട് അടുക്കളയിൽ മുക്കിക്കളയുക ചെയ്യുക. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും മികച്ച ഒരു ചികിത്സ കേരളത്തിൽ ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി പുറത്ത് വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അല്ല, അതിപ്പോ അദ്ദേഹത്തിനോട് മാത്രം ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തിനാണ് അദ്ദേഹം പോകുന്നത്. അത് ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ലേ പറയുന്നുള്ളൂ കേരളത്തിലെ ചികിത്സ ഭയങ്കര സംഭവം. അത് നമ്മളെ വേറെ ആരും പൊതുജനം പറയുന്നില്ലല്ലോ. പൊതുജനെല്ലാം വണ്ടി കയറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ലേ പോകുന്നേ. ഇപ്പം അതായത് നമ്മൾ എന്തുകൊണ്ടാണ് പൊതുജനം പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നത്? പൊതുജനം പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നത് പബ്ലിക് മേഖലയിൽ കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ CM അമേരിക്കയിൽ പോകുന്നത്? പുള്ളിക്കും പ്രൈവറ്റ് സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ പുള്ളിക്കും താല്പര്യമില്ല, പുള്ളിക്കും പേടിയാണ്. അതുകൊണ്ട് പുള്ളിയെ അമേരിക്കയിൽ പോകുന്നു. പുള്ളിക്ക് അമേരിക്ക ഫ്ലൈറ്റ് കിട്ടുന്നതാണ് പുള്ളി അമേരിക്ക, നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ് പുള്ളി അമേരിക്കയിൽ പോകുന്നു. സാധാരണക്കാരന് ടാക്സ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ താങ്കൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു ബ്രിട്ടനിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളെ പറ്റി. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ മുൻപോട്ട് വരുന്നത് കുറവാണെന്നല്ലേ നമുക്ക് മനസ്സിലാകേണ്ടത്? തീർച്ചയായും. അതിലൊരു പ്രസിഡന്റ് സെറ്റ് ചെയ്യുന്നില്ല. അതായത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ പ്രൊഫഷനെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവാം, അതൊരു മോഡേൺ രീതിയിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അതിനെ റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ക്ലെയിമുകൾ വളരെ എഫക്റ്റീവായി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ അതിന് കൃത്യമായ റെഗുലേറ്ററി ബോഡി ഉണ്ടാവണം. ഇവിടെയൊക്കെ ഞാൻ ഒരു 10-15 കേസ് റണ്ണിങ്ങിലുണ്ട് എൻ്റെ, നമ്മുടെ ഈ ഇന്ത്യൻ നേഴ്സുമാരുടെ തന്നെ, അവരുടെ നെഗ്ലിജൻസ്, അതുപോലെ അവരുടെ റെഗുലേറ്ററി മാറ്റേഴ്സ്. മെഡിക്കൽ നെഗ്ലിജൻസ് ഞാൻ ചെയ്യുന്ന ഒരു മേഖലയല്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ളതാണ്. പിന്നെ ഒത്തിരി കേസ് എനിക്കതിനുള്ള റിസോഴ്സസ് ഇല്ല. അപ്പോ ആ മെഡിക്കൽ നെഗ്ലിജൻസ് ലോ, അതായത് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്ന ആ ഏരിയ ഓഫ് ലോ ഹാസ് ടു ഇൻക്രീസ്, അത് ഇംപ്രൂവ് ചെയ്യണം. അത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആക്കി, മീൻസ് മോസ്റ്റ് മോഡേൺ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള പോലെ നിയമങ്ങൾ ഉണ്ടാവുകയും ആ റീഫോം വഴി ഇതിനെ കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനും പറ്റണം. അതിനാദ്യമേ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റമാണ് മാറേണ്ടത് മേഘ. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മള് നല്ല നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയോ കേരളത്തിൽ കെട്ടിക്കിടക്കുന്ന ക്രിമിനൽ കേസുകൾ എത്രയാണെന്നറിയോ? 12 ലക്ഷമാണ് കെട്ടിക്കിടക്കുന്ന കേസ്. അതിൽ 20 വർഷം കഴിഞ്ഞ് കിടക്കുന്ന കേസ് വരെയുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കേസിൽ 5 വർഷം കഴിഞ്ഞൊരു കേസിൽ, ദിലീപിന്റെ കേസ് തന്നെ 8 വർഷം ട്രയൽ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വേറെ ഏതൊരു കേസ് 5 വർഷമായി, റീസെന്റ് നടന്നൊരു സംഭവം എന്നോട് ആരാണ്ട് സൂചിപ്പിച്ചായിരുന്നു, ഞാൻ മറന്നു പോയതാന്ന്. 5 വർഷമാണ് വെയിറ്റ് ചെയ്തത് ട്രയലിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ കസ്റ്റഡിയിൽ 5 വർഷം. നമ്മുടെ ചെന്താരകയില്ലേ, ചെന്താരകം,
ചെന്താമര കേസ്. ചെന്താമര, കറക്റ്റ്, ചെന്താമര 5 വർഷമാണ് he was waiting for trial and was in custody. 5 വർഷം കഴിഞ്ഞപ്പോൾ അവരെ റിലീസ് ചെയ്തു, ട്രയൽ ഇല്ലാതെ റിലീസ് ചെയ്തു. അവൻ പുറത്തിറങ്ങി അടുത്ത കാലത്തട്ടി. If trial had taken place in time, this guy never would have been out in the public and we could have saved those lives. അതെ, അപ്പോ എഫക്റ്റീവായ ജുഡീഷ്യൽ സിസ്റ്റം ഇല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ പോലീസിങ്ങിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കൃത്യമായ റീഫോംസ് ഇല്ല. ഇപ്പോഴും സായിപ്പിന്റെ പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സായിപ്പ് എന്ത് പറഞ്ഞോ അത് തന്നെ. സായിപ്പ് അതൊക്കെ വിട്ടിട്ട് കാലങ്ങൾ കഴിഞ്ഞു. അപ്പൊ മെഡിക്കൽ കെയറിൽ ഈ പറഞ്ഞ മെഡിക്കൽ നെഗ്ലിജൻസിൽ ഗുരുതരമായ റീഫോം ഉണ്ടാവണം. അതായത് ഇതിൽ എന്താണ് നെഗ്ലിജൻസ് എന്നുള്ളത് വീണ്ടും റീഡിഫൈൻ ചെയ്യണം. ബ്രിട്ടനിലേക്ക് അങ്ങനെയല്ല, വല്ല വർഷം റീഡിഫൈൻ ചെയ്യില്ലെങ്കിൽ കേസിലോ വരും, കേസിലോ റീഇൻവെന്റ് ചെയ്യപ്പെടും. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അതിനുവേണ്ടി എഫക്റ്റീവ് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വക്കീൽമാരുടെയും അഭാവമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടെങ്കിൽ തന്നെ അത് പ്രൈവറ്റ് സെക്ടറിലേ നടക്കുന്നുള്ളൂ. പബ്ലിക് സെക്ടറിൽ ഇപ്പൊ സാധാരണക്കാരനാണ് നിങ്ങൾക്കോ എനിക്കോ, സാധാരണക്കാരനായ ആളുകൾക്ക് നെഗ്ലിജൻസിൽ വഴി എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ ആ ഡാമേജിനെ കോമ്പൻസേറ്റ് എന്തൊക്കെ ക്ലെയിമിന് പോകാൻ അഫോർഡബിലിറ്റി ഇല്ല സാധാരണക്കാരന്. അതിന് ആ സിസ്റ്റം മാറണം. നോ വിൻ നോ ഫിയോ, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവിടുത്തെ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ടാവണം. എന്നാൽ ഇത് കുറെ കുറയും. അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യൽ പ്രോസസ്സും മാറണം. അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ ഇനിയും സാധിക്കുമോ? ഇനി അതോ തിരിച്ചു വരാനാകാത്ത ദൂരത്തിലേക്ക് അത് കുത്തഴിഞ്ഞ് പോയിരിക്കുകയാണോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അതായത് ഇവിടെ 1949 നെവ് ഭവൻ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ക്ലാസ് കനി തൊഴിലാളിയായിരുന്നു. പുള്ളി ഹെൽത്ത് സെക്രട്ടറി ആയപ്പോഴാണ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു എന്നാ പറയുന്നത് ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടായത്. ആ ചേഞ്ചാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം കൃത്യമായി ചേഞ്ച് ഉണ്ടാവാം. ആ പാത്ത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ പ്രോപ്പഗാണ്ടയിൽ നിന്ന് മാറി നിന്ന് കൃത്യമായും ജനങ്ങളുടെ മാറ്റങ്ങളിൽ ഈ ജനങ്ങളുടെ ആവശ്യം നമ്മുടെ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കോൺഫിഡൻസ്, പോലീസിംഗിൽ കോൺഫിഡൻസ് ഇല്ലാതെയായി, ഈ മെഡിക്കൽ കെയറിൽ കോൺഫിഡൻസ് ഇല്ലാതെയായി, നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാതെയായി. കാരണം ഇതൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം തീരുമാനേ 10-15 വർഷം ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്റെ കേസ് കഴിഞ്ഞ ആഴ്ച പോലീസ് അറസ്റ്റ് ചെയ്ത് അടുത്ത മരുന്നിന് പിന്നത്തെ ആഴ്ച ട്രയലാ. കേസ് കാര്യം തീരുകയാണ്. കാര്യം കഴിഞ്ഞു ആള് പുറത്തിറങ്ങുന്നു. ഈ നമ്മൾ ഇതിനെ പ്രൊഡക്റ്റീവായി കാണുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണമായിട്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവര് ലോക പാർലമെന്റ് UK അവതരിപ്പിച്ചായിരുന്നല്ലോ, അഖില ലോക കേരള പാർലമെന്റ്. ഇവരന്ന് പറഞ്ഞതെന്നറിയോ, ഈ വെയിൽസ് NHSുമായി ഇവരെന്തോ കരാറിൽ ഏർപ്പെടുത്തുന്നതാണ് പെട്ടെന്നാണ്. ഞാൻ വെയിൽസ് അപ്പം ലേബർ പാർട്ടിയാണ് ഭരിച്ചിട്ട്, ലേബർ പാർട്ടിയുടെ അഡ്മിനിസ്ട്രേഷനിലാണ് ഞാൻ. അപ്പൊ തന്നെ ലേബർ ഹോം മിനിസ്റ്റർക്ക് അപ്പൊ തന്നെ ഞാൻ കത്ത്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവരുമായി കരാറ് ഒരു ചർച്ച നടന്നതേ ഉള്ളൂ. ആ ചർച്ച നടന്നത് കരാറായി. ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും വേണ്ടിയിരിപ്പുണ്ട്. ആളെ കൊണ്ടുവരാനായിട്ട് കാര്യങ്ങളൊക്കെ അവര് കൃത്യമായ മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ തുടങ്ങിയത്. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വെയിൽസ് NHSൽ ആ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കി അതുപോലെ ഒരു സിസ്റ്റം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ദി സ്റ്റോറി വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പക്ഷെ അതിന്റെ പ്രശ്നമുണ്ട്, പണിയെടുക്കണം. പണിയെടുത്താലേ അതൊക്കെ നടക്കൂ. ഒരു ടീം ഉണ്ടാവണം. ആ ടീം കൃത്യമായി, അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും വേണ്ട. ഈ UK വർക്ക് ചെയ്യുന്ന ഈ നേഴ്സുമാരിൽ മിടുക്കറായ നേഴ്സുമാരുണ്ട്. അതിലൊരു 10 പേരെ വിളിച്ചിരുത്തിയേച്ച് ഒരു അഡ്വൈസറി ബോർഡ് ഇട്ടിട്ട് ആ അഡ്വൈസറി ബോർഡിന്റെ അഡ്വൈസ് അനുസരിച്ച് ഈ പോളിസി മാറ്റിയാൽ മതി. കേരളത്തെ മെഡിക്കൽ കെയർ മേഖലയെ നമുക്ക് റിവൈവ് ചെയ്യാം. നിങ്ങളിപ്പം കേരളത്തിൽ ഏത് റൈറ്റ് സെന്റർ ലെഫ്റ്റ് ഏത് രാഷ്ട്രീയ നേതാക്കൾ മൈക്കെടുത്താലും പറയുന്നത് നമ്മുടെ യുവത്വം മുഴുവൻ വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്. ഇവരാരും യഥാർത്ഥ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ പോകുന്നത് എന്നുള്ള ആ പ്രശ്നം ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഇത് കൃത്യമായി ഇതിൽ റിസർച്ച് ചെയ്ത ആളാണ് ഞാൻ. ഇത് കൃത്യമായി എന്റെ റീഡിങ് ചെയ്തതാണ്. അതായത് മിനിമം ഒരു വണ്ടി ഇടിച്ച് 50,000 രൂപ ഇല്ലാത്തവനെ കൊണ്ട് ജീവിക്കാൻ വരുന്ന അവസ്ഥയായി.
രണ്ട്, ഒരു പോലീസ് പിടിക്കുകയോ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം 15 വർഷം അവന്റെ തീരുവാണ്. അവൻ പെണ്ണും കെട്ടാൻ മേലെ ജോലിയും കിട്ടുകയില്ല, അവന്റെ ജീവിതം എന്നേക്കുമായി തീരുകയാണ്. രണ്ടാമത് ഡ്രഗ് എന്ന് പറയും, അതോ ഡ്രഗ് നടത്തുന്നതിന് ബോധവൽക്കരണം നടത്തുകയാണ്. ഏത് അടിച്ച് മൂത്ത് പഞ്ചാബ് തീർന്നു നിൽക്കുന്നവന് ബോധവൽക്കരണം കൊടുത്താൽ വല്ല രക്ഷയാണ്. അവന് മെഡിക്കൽ കെയർ കൊടുക്കണം. അതിനുള്ള റിസോഴ്സസ് നമുക്കില്ല. അടിച്ച് തീർന്നിരിക്കുന്നവന് ഇപ്പം ഞാനൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് ഈ പോലീസുകാർക്ക് തന്നെ അറിയാം അവൻ അടിച്ച് തീർന്നിരിക്കുകയാണ്, ഇവരെ എക്സ്ട്രീം സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ അവനെ ചെയ്യുന്നത് നേരെ അവന് വിളിച്ചിരുത്തിച്ച് മക്കളെ ഇനി ഇതൊന്നും കഴിക്കരുത് കേട്ടോ, നമ്മൾ അങ്ങനെയാണ് വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലി പിതാവിനും പുത്രനും രാമനാമം ഒന്നും ചെയ്യല്ല ചെയ്യുന്നത്. അവനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. അത് പോലീസ് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. നമ്മുടെ അവിടെ ഇവര് മുഴുവൻ മൈക്ക് കൊടുത്ത് പ്രസംഗത്തിൽ ഇറങ്ങിയിരിക്കുക. എന്തൊരു കോമഡി ഇത്! ആരാണ് ഓടാൻ പോകുന്നു, ചാടാൻ പോകുന്നു. ഹേയ്, വാട്ട് ആർ യു ഡൂയിങ് മാൻ? യു ഡോണ്ട് നോ ദ കോസ്. അഡ്രസ് ദ ഇഷ്യൂ. ട്രീറ്റ്. ഡ്രഗ് നമ്മൾ ഈ മറ്റ് നമ്മൾ ദൈവവിശ്വാസം പോലത്തെ സാധനമല്ല. യു ആർ അഡിക്റ്റഡ്, യുവർ ബോഡി ഈസ് അഡാപ്റ്റഡ് ടു ദാറ്റ്. അതിന് ട്രീറ്റ്മെന്റ് കൂടി മാത്രമേ നമുക്ക് അതിന് റിക്കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ദൂരത്തൊന്നും അല്ല നമ്മുടെ ആരോഗ്യ വകുപ്പ്. ഇപ്പോൾ ഏത് പാർട്ടി ഇനി അധികാരത്തിൽ വന്നാലും ആരോഗ്യ വകുപ്പിനെ ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന അജണ്ടയായി തന്നെ മാറണം. കാരണം സാധാരണക്കാർ എല്ലാവരും റിലൈ ചെയ്യുന്നത് നമ്മുടെ പബ്ലിക് സെക്ടറിൽ തന്നെയാണ്. ഒരു കാര്യങ്ങൾ ഞാൻ ഇതിൽ കൃത്യമായ ഒരു പ്രൊജക്ട് എഴുതി പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ റിസർച്ചും ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടറിന്റെയും പോലീസിംഗിന്റെയും രണ്ടും ഞാൻ ഇൻവോൾവ് ആയ മേഖലയായത് കാരണം അതിന് കൃത്യമായ ഒരു പ്രൊജക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അത് വർക്കാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ലെറ്റ് us hope so. അപ്പോൾ ഇത്രയധികം സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിനും ഈ ഫാക്ട്സ് എല്ലാം പറഞ്ഞു തന്നതിനും എല്ലാം നന്ദി. താങ്ക് യു സർ. താങ്ക് യു.